السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. റിയാദു സ്വാലിഹീൻ 54-ാമത്തെ ബാബ് ഫദ്ലുൽ ബുക്കാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ പേടിച്ച് ഒരു മനുഷ്യ ബുൾപുട്ടേൻ കണ്ടെങ്കിൽ, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണിടെ തന്നെ വന്നു കണ്ടെങ്കിൽ അതുക്കുള്ള ശ്രേഷ്ഠത വിവരിക്കുന്ന ബാബായിട്ടിക്കണ 54-ാമത്തെ ബാബ്. 53 ബാബ് ഞങ്ങൾ വിവരിച്ചിട്ടേ. അതിൽ ലാസ്റ്റ് ഞങ്ങൾ വിവരിച്ചത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ റജായുടെ ഫദ്ലും ഖൗഫും റജാവും ഇതെല്ലാം വേണിട്ടും, അതുപോലെ ഖൗഫും റജാവും രണ്ടും ഒരുമിച്ച് പോകണിട്ടും ഒന്നൊക്കെയുള്ള അതിലെ ശ്രേഷ്ഠതകളൊക്കെ ഞങ്ങൾ വിവരിച്ചിട്ട് ഇന്ന് ഈ ബാബ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയെ പേടിച്ചിട്ട് അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണിന് തന്നെ പൊന്തുണ്ടെങ്കിൽ ആ അവത്തിലുള്ള ശ്രേഷ്ഠത എന്തിനെ എന്നായിട്ട് ഇതിലൂടെ വിവരിക്കുക പോണ്ടത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ബാബയുടെ തുടക്കത്തിൽ ഒരു ആയത്ത് കൊണ്ടുവണ്ട് സൂറത്തുൽ നജ്മിന്റെ സൂറത്തുൽ ഇസ്രായുടെ 109-ാമത്തെ ആയത്ത്. قال الله تعالى ويخرون للأذقان يبكون ويزيدهم خشوعا. ഇത് പരിശുദ്ധ ഖുർആൻ അഹ്ലു കിതാബിന്റെ ആളുമാർക്ക് ഓതി കൊടുക്കുമ്പോൾ, അതായത് മൂസാ നബി അലൈഹി സ്വലാമുടെയും ഈസാ നബി അലൈഹി സ്വലാമായിട്ട് ഞങ്ങൾ മുന്നൽ വന്ന കിതാബ് കിട്ടിയ നബിമാർ, ഞങ്ങളുടെ നബിനെ മുന്നൽ വന്ന നബിമാർ അങ്ങായിട്ടിക്കട്. അപ്പൊ ഞങ്ങളുടെ നബിയുടെ തൊട്ടു മുന്നുള്ളത് ഈസാ നബി അലൈഹി സ്വലാമായിട്ടിക്കട്. അങ്ങ് ഈസാ നബിക്ക് ഇഞ്ചീൽ എന്ന കിതാബുണ്ട്, മൂസാ നബിക്ക് തൗറാത്ത് എന്ന കിതാബുണ്ട്. ഈ ജൂതന്മാർ മദീനത്തിൽ ഇന്നത്, അതുപോലെ നസാറാക്കളും ഇന്നത് ക്രിസ്ത്യാനികൾ ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ചത്. അങ്ങ് തൗറാത്തും ഇഞ്ചിയിലും മനസ്സിലാക്കിയതായിട്ടിക്കട്. അതിൽ നിന്നും നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുമാറുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാം പോലത്തെ ചില സ്വഹാബാക്കളുള്ള ജൂതന്മാരിൽ നിന്നും കുറേ ആളുമാർ ഒന്ന് രണ്ട് അങ്ങനെ വിശ്വസിച്ച ആൾക്കാർ അങ്ങക്ക് പരിശുദ്ധ ഖുർആൻ എന്തിരെ നബിമാരെന്തിരേട്ടാൽ അങ്ങ് മുൻനിർത്തി കിതാബിൽ നിന്ന് അങ്ങ് പഠിച്ചായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംബന്ധിച്ച് ചൊന്നുകൊണ്ട് വന്നിട്ട് ചൊല്ലിട്ടിട്ട് അങ്ങ് മുഖം കൊത്തി പൂണ്ട്, അതായത് സുജൂദിലായിട്ട് പൂണ്ടാറ് യബുഖൂൻ അങ്ങ് ബുൽപുണ്ടാറ് അങ്ക് പിന്നെയും ഭയഭക്തി ജാസ്തിയാവും. പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുമ്പോഴത്തേക്ക് അങ്ക് ഖുശൂ പിന്നെയും ജാസ്തിയാവുള്ളൂ. അങ്ങ് സുജൂദിലായി ബൂണ്ടറ് അങ്ങ് ബുൽപുണ്ടറ് എന്നായിട്ട് പരിശുദ്ധ ഖുർആൻ അങ്ങനെ സംബന്ധിച്ച് ചൊന്നത്. അതായത് അതിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച നബിയുടെ സ്വഹാബാക്കൾ അങ്ങ് തൗറാത്ത് ഇഞ്ചിയിൽ നിന്ന് മനസ്സിലാക്കിയായിട്ട് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ പിന്നെയും കൂടുതലായിട്ട് അങ്ങ് ഈമാൻ കൂടിയോണ്ട് ഈമാൻ ഏരിയോണ്ട്. ഇനി വഖാല തആല സൂറത്തുൻ നജ്മ് അഫമിൻ ഹാദൽ ഹദീദി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ. ഈ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഓതി തരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടറ്, എന്നിട്ട് നിങ്ങൾ ചിരിക്കിടറ്, നിങ്ങൾ ബുൽപ്പിടില്ല. ഓ മുശ്രിക്കുകളെ, ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹുടെ കലാമാണ് എന്നത് നിങ്ങൾക്ക് ചൊല്ലുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടറ. അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ, അത്ഭുതപ്പെട്ടരമ്മ, നിങ്ങൾ ചിരിക്കിടമ്മ, നിങ്ങൾ തമാശയാക്കിടമ്മ, നിങ്ങൾ ബുൽപ്പിടില്ലേ, അള്ളാഹുടെ പേടിച്ച് ബുൽപ്പിട്ട് അള്ളാഹുലേക്ക് നിങ്ങൾ സുജൂദ് ചെയ്യില്ലേ, ബൂലില്ലേ, അള്ളാഹുലെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കില്ലേ എന്നിങ്ങനെ. അപ്പോൾ മക്ക മുശ്രിക്കീങ്ങളൊക്കെ ഇത് കേട്ടത്. അപ്പോൾ ഖുർആൻ ഓതുമ്പത്തേക്ക് ബുൽപ്പിടുക എന്നുള്ളത് ഈമാൻ്റെ, അതായത് ഖുർആനിൽ അള്ളാഹു പേടിപ്പാറ്റി ചൊന്ന കാര്യങ്ങളുണ്ട്. അവിടെ എത്തുമ്പം അത് മനസ്സിലാക്കി അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിടെ തന്നെ പറയുക എന്നുള്ളതൊക്കെ അതൊരു ഈമാനുള്ളതൊരു ഭാഗമായിട്ടിക്കട്, ഈമാൻ്റെ ലക്ഷണമായിട്ടിക്കട്. അപ്പോൾ മുശ്രിക്കീങ്ങൾ തമാശയാക്കിയത് ചിരിച്ചറ് അതിനെ സംബന്ധിച്ച് അവിടെ കേക്കട്. അപ്പോൾ ഖുർആൻ ഓതിത്തറമ്പ് ബുൽപ്പിടില്ല എന്ന് അള്ളാഹു താല ചൊന്നത്. അപ്പോൾ ഖുർആൻ അത് ഖബറും മഹ്ശറയും ഇനിയുള്ള ലോകത്തെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്നതായിട്ടിരിക്കും. അപ്പോൾ ആ ഖുർആൻ ഓതിത്തറമ്പത്തും നിങ്ങൾ ചുരിച്ചോണ്ടില്ലമ്മ, നിങ്ങൾ ഉൾപ്പെട്ടില്ല. അപ്പോൾ ഖുർആൻ ഒരു മനുഷ്യരെ അത് കറക്റ്റായിട്ട് അവൻ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ഭയഭക്തിയോട് ഓതുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും തണ്ണി പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി 446-ാമത്തെ ഹദീസ്. وعن عبد الله وعن ابن مسعود رضي الله عنه قال عبد الله بن مسعود رضي الله عنه ചൊല്ലേ
ഖാലലി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കണ്ടിട്ട് ചോദിച്ചു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ആര് ചൊല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലേ, നക്ക് ഖുർആൻ ഓതി തരണോട്ട്. നബി തങ്ങൾ ചൊല്ലേ, നീ ഓതറിന് ആ കാത് കൊടുക്കേ. ആരട്ടിയെ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഖുർആൻ ആര് ഓതി കൊടുത്തേ? ഞങ്ങളെ നബിക്ക് വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് ഓതി കൊടുത്തേ സഹാബാക്കൾ. ആ സഹാബാക്കളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലേ, നിങ്ങൾ നക്ക് ഖുർആൻ ഓതി തരോ? ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചൊന്ന അല്ലാഹുവിന്റെ റസൂലേ, അഖറു അലൈക നബിയെ, നിങ്ങൾക്ക് ഞാൻ ഓതി തരണ. വ അലൈക ഉൻസില, നിങ്ങളെ മേലല്ലേ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നിട്ട് അത് ഞങ്ങളല്ലേ ഓതി തന്നിട്ട്? നിങ്ങൾക്കല്ലേ അള്ളാഹുടെ പക്കൽ നിന്ന് കിട്ടിയത്? ഞാനിപ്പോൾ ഓതണം, നിങ്ങൾക്ക് ഞാൻ ഓതി തരണ. കാല, അപ്പം നബി തങ്ങൾ ചെത്ത്, ഇന്നി ഉഹിബ്ബു അൻ അസ്മഉ മിൻ ഗൈരി, പിന്നൊർത്തൽ നിന്ന് കേൾക്കുക ഞാൻ ഇഷ്ടപ്പെട്ടേൻ. അപ്പം നിങ്ങൾ ഓതുന്നത് నాకు കാതു കൊടുക്കും. ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ, അങ്ങനെ നബി തങ്ങൾ സൂറത്തുൻ നിസാ ഓതി കൊടുത്തു. ഹത്താ ജീതു ഇലാ ഹാദിഹിൽ ആയ, ഈ ആയത്ത് എത്ര കൊടുത്തോളൂ? ഏത്? 41ാമത്തെ ആയത്ത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. എന്തായിട്ട് ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം? ഫകൈഫ, എങ്ങനെയായിരിക്കും കാഫിരീങ്ങൾക്കുള്ള അവസ്ഥ? ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു ഷഹീദ്, ഒരു സാക്ഷിയെ ഞങ്ങൾ കൊണ്ടുവന്നത്. അതായത് ആ നബിനെ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആ നബി അവിടെ സാക്ഷി നിൽക്കണം. ഇങ്ങനെ ആക്കിയിടാറുണ്ട്. ആ ഉമ്മത്തിനെ സംബന്ധിച്ച് അങ്ങ് സാക്ഷിയായിട്ട് നിൽക്കണം. വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദ, നിങ്ങളെല്ലാവരുടെ മേലും സാക്ഷിയായിട്ട് നബിയെ നിങ്ങളെയും ഞങ്ങൾ കൊണ്ടുവന്നാണ്. അപ്പം ഞങ്ങളെ നബി ഞങ്ങൾ ഉമ്മത്തിയും മുന്നോട്ട് കഴിഞ്ഞു പോയേക്കും. എന്താ അവിടെ സാക്ഷിയായി നിൽക്കണം, നിങ്ങളെയും ഞങ്ങൾ സാക്ഷിയായിട്ട് കൊണ്ടുവണ്ട എന്ന അർത്ഥം വേണ്ട ഈ ആയത്ത്. അതായത് ഇത് മാഷറുടെ സംഭവമായിട്ട് ചൊല്ലേ. എങ്ങനെയായിരിക്കും അവസ്ഥ? ഓരോ സമുദായത്തിൽ നിന്നും ഒരു ഷഹീദ്, ഒരു സാക്ഷിയെ ഞങ്ങൾ കൊണ്ടുവണ്ട. ഇതെല്ലാത്ത മേലും നിങ്ങളെ ഞങ്ങൾ സാക്ഷിയായിട്ട് കൊണ്ടുവണ്ട. അതായത് ഞങ്ങളെ മുന്നിൽ എത്രയോ നബിമാർ വന്നത്, ആ നബിമാർ ദീനല്ല എത്തുവാട്ടി കൊടുത്തത്. അപ്പം ആ നബിമാരിൽ നിങ്ങൾ ദീനൂടെ ചൊന്നു തന്നത്, ഞങ്ങൾ എത്തുവാട്ടി തണ്ടാറ് ചൊന്നുള്ള സാക്ഷികളെ ഞങ്ങൾ കൊണ്ടുപോണ്ട. എന്നിട്ട് എല്ലാ നബിമാരും എത്തുവാട്ടി കൊടുത്തത് എന്നതിക്ക് സാക്ഷിയാറായിട്ടിരിക്കുന്നത് ഞങ്ങളെ നബി ആയിട്ടിരിക്കുന്നത്, ഞങ്ങൾ നബി. അപ്പം നിങ്ങളെ ഞങ്ങൾ അതൊക്കെ എല്ലാത്തിനും സാക്ഷിയായിട്ട് കൊണ്ടുപോണ്ട എന്ന ആ ഒരു സംഭവത്തെ വിവരിച്ച് ആ ആയത്തെത്തിയപ്പോൾ കാല ഹസ്ബുകൽ ആൻ, ഇപ്പം മെയ് ചെന്നു. ഇപ്പോൾ ഓതിയത് മെയ്. ഫൽ തഫത്തിലി, ആ നബിക്ക് തിരിഞ്ഞു നോക്കിയ ഫൽത്തം ഫൈദ ഐനാഹു തദ്രിഫാൻ, നബി തങ്ങളുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണിടെ തന്നി വന്നു. മുത്തഫിഖുൻ അലൈഹി. അപ്പോൾ മഹ്ശറുടെ അവസ്ഥ ഓർത്തുകൊണ്ടായിട്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ബയാനൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിട്ടിരിക്കുന്നത് അവിടെ ഉൾപ്പെട്ടത്. അപ്പോൾ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ഖുർആൻ സ്വഹാബാക്കളിൽ നിന്ന് ഖുർആൻ ഓതൽ സുന്നത്തായതുപോലെ അത് പിന്നൊരാൾ ഓതുമ്പോൾ കാത് കൊടുക്കുന്ന സുന്നത്തായിട്ടിരിക്കുന്നത്. ആ കാത് കൊടുക്കുന്ന സമയത്തായിട്ടിരിക്കുന്നത് ആ നബിനെ സംബന്ധിച്ച് ചൊല്ലായത്തെ അങ്ങനെ നിങ്ങൾ മറ്റുള്ള ആളുമാർക്ക് സാക്ഷിയായിട്ട് മുന്നത്തെ നബിമാരൊക്കെ അങ്ങ് ദീൻ എത്തുവാറ്റി കൊടുത്തത് എന്നവർക്ക് സാക്ഷിയായിട്ട് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോണ്ട എന്ന് ചൊല്ലുമ്പോൾ അവർ ബയാനൊക്കെ അതിനെ മനസ്സിലാക്കി ആ ഒരു ആയത്ത് വിശദീകരിക്കുന്ന വേണ്ടിയിട്ട് നബിന് രണ്ട് കണ്ണിൽ നിന്നും കണ്ണിടെ തന്നെ വന്നത്. അപ്പോൾ വല്ലാത്ത പേടിച്ച് ജീവിച്ച ആളായിട്ട് നബി തങ്ങൾ സ്വർഗത്തിലല്ലേ അല്ലേ? ഞങ്ങളെ പോലത്തെ ആൾമാരുണ്ടെങ്കിൽ എന്താക്കാൻ തരും? എത്ര കൊസ്തിയിലേക്കാണ് ഏതായാലും നരകത്ത് അങ്ങ് പോകണില്ല എന്നുള്ള ഉറപ്പല്ലേ? മുത്ത് നബി തങ്ങളോ അല്ലോ അവിടെ നിന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കിയാൽ അതിനെ സംബന്ധിച്ച ഒരു ഹദീസ് നെക്സ്റ്റ് പണ്ട് നോക്കാം. ആ ഹദീസ് കുറിച്ചുള്ള 447 വാൻ അനസിന റളിയല്ലാഹു അൻഹു ഖാല ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തൻ, നബി തങ്ങൾ ഒരു പ്രസംഗം പ്രസംഗിച്ചത്. മാ സമയത്തു മിത്ലഹ ഖത്തു, അങ്ങനത്തെ ഒരു ഖുതുബ, അങ്ങനത്തെ ഒരു പ്രസംഗം ഞങ്ങൾ മുന്നേ കേട്ടിട്ടില്ല. ഫഖാൽ, അതിൽ നബി തങ്ങൾ ചെന്നത് ലൗ തഅലമൂന മാ അലം ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറോ, നിങ്ങൾക്ക് ಗೊಂತಿನತ್ರ ನಕ್ಕು ಗೊಂತಿನತ್ರ നിങ്ങൾക്ക് മീത്ത് ಗೊಂತಿക്കറും കണ്ടെങ്കിൽ നിങ്ങൾ തെല്ല ചിരിക്കാൻ തറു വലബകൈതും കസീറോ, നിങ്ങൾ ചുമ്മ ബുൾപ്പിടാൻ തറു. നബി തങ്ങൾക്ക് അല്ലാഹു തആല ഭൂമിയുടെ അടിയിൽ നിന്നും ആകാശത്ത് അപ്പുറത്തുള്ളത് എല്ലാം കാട്ടിക്കൊടുത്തിട്ടില്ലേ? ഖബറിൽ ശിക്ഷിക്കപ്പെട്ട ആളുമാരെ നബി തങ്ങൾ കണ്ടിട്ടില്ലേ? നബി തങ്ങൾ ചൊന്നിട്ടില്ലേ?
എല്ലാം നബിത്തങ്ങൾ, ഞങ്ങൾക്ക് കാണാത്ത എത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടില്ല. ആ കണ്ട നബിത്തങ്ങളെ ചൊല്ലി നാല് സ്വർഗവും നരകവും എല്ലാം നബിത്തങ്ങൾ നോക്കി വന്നിട്ട് നക്ക് ಗೊಂತಿನತ್ರ ಮೀತು ನಿಂಗು ಗೊಂತಿಕ್ರನ್ ಕಂಡೆಂಗೆ ಈಗ ತೆಲ್ಲಿಚಿರಿಕಂತಾರನು ಯಾರತ್ತ ಟೈಮಲ್ಲಿ ನೀವು ಉಳ್ಪುಟ್ಟೊಂಡಿಕ್ಕಂತಾರ قال فغطى اصحاب رسول الله صلى الله عليه وسلم وجوههم. ഇത് കേട്ടപ്പോൾ നബിയുടെ സ്വഹാബാക്കളെല്ലാം അങ്ങനെ തലക്ക് മുഖത്ത് കിട്ടുണ്ടാറ്, മുഖത്ത് തട്ടിട്ടിട്ടാറ്. വലഹും ഖനീനും അങ്ങെന്താക്കുന്നത് തേങ്ങി ഉൾപ്പെട്ടുകൊണ്ടുള്ളത്. സബക്ക് ബയാൻ ഫി ബാബുൽ ഖൗഫ്, നമ്മൾ മുന്നേ ചൊന്ന ആശയം വിശദീകരിച്ച ഹദീസായിട്ടിരിക്കുന്നത് ബാബുൽ ഖൗഫ്. ഇതിലെ സ്വഹാബാക്കളൊക്കെ എന്തൊക്കെ തേങ്ങി ഉൾപ്പെട്ടുകൊണ്ടുള്ളത് ഇത് കേട്ടിട്ടാകുമ്പോൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ആ പലക്കത്തെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അള്ളാഹുടെ പേടിച്ച് ബുൾപ്പിട്ടാനായിട്ട് നബിയും സ്വഹാബാക്കളും. അള്ളാഹു അങ്ങനെയൊക്കെ ബറക്കത്തുകൊണ്ട് അങ്ങനെ സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.